ശ്രുതി അങ്ങനെ മനോരമയുടെ അടുത്ത് പറയുന്നുണ്ട് പ്രീതി ഗർഭിണിയാണെന്ന്. ഇത് കേൾക്കുന്നതും മനോരമയുടെ കിളി പോകുന്നുണ്ട്. എങ്ങനെയെങ്കിലും പ്രീതിയെയും ആകാശിനെയും പിരിക്ക എന്നാണ് മനോരമ കരുതുന്നത്. എന്നാ അതൊട്ടും നടക്കുന്നുമില്ല. എന്നാ ഇപ്പൊ കുറച്ച് സമാധാനമൊക്കെ ഉണ്ട്. ഏതു നേരവും ആകാശ് പ്രീതിയെ വഴക്കു പറയുന്നുണ്ട്. ഇത് കാണുമ്പോ എങ്ങനെയെങ്കിലും ആകാശ് തന്നെ പ്രീതിയെ ഒഴിവാക്കൂ എന്ന് മനോരമയ്ക്ക് തോന്നുന്നു. അതൊക്കെ വെറൊരു നാടകമാണെന്ന് മനോരമ അറിയുന്നില്ലല്ലോ. പിന്നീടായിട്ട് വീണ്ടും ശ്രുതിയോട് ഇക്കാര്യം തന്നെ ചോദിക്കുന്നുണ്ട്. ശ്രുതി പറ, സത്യമാണോ? അവള് ഗർഭിണിയാണോ? ആ, അത് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ എന്റെ മകൻ എന്റെ അടുത്ത് പറയാതിരിക്കില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലേ ആദ്യം എന്റെ അടുത്താ ആകാശ് വന്ന് പറയാ. അത് പിന്നെ മനോരമ ആന്റി, ആകാശ് സാറിനോട് പോലും ചേച്ചിക്കാര്യം പറഞ്ഞിട്ടില്ല. അതെന്താ അവന്റെ അടുത്ത് പറയാത്തെ? ഒരേ സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ. ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്തിട്ട് വേണം എല്ലാവരോടുമായിട്ട് പറയാനെന്നാ ചേച്ചി പറഞ്ഞത്. ദേ ശ്രുതി, നീ വെറുതെ തമാശ കളിക്കല്ലേ, കാര്യം പറ. അതെ ആന്റി, ആന്റി വേണേ വിശ്വസിച്ചാ മതി. ഇനിയിപ്പോ ആന്റി പോയി ചേച്ചിയോട് കുത്തി കുത്തി ചോദിച്ചാലും ചേച്ചി പറയാനൊന്നും പോകുന്നില്ല. ആദ്യം പറയേണ്ടത് ആകാശ് സാറിന്റെ അടുത്തല്ലേ. അതുകൊണ്ട് ആദ്യം ആകാശ് സാറിനോടെ പറയൂ. പിന്നീട് മുത്തശ്ശിയാവാൻ പോകുന്ന കാര്യം ആന്റിയോട് വന്ന് പറയും. ആന്റിക്ക് വലിയ സന്തോഷാവും അല്ലേ? പിന്നെ എനിക്ക് നല്ല സന്തോഷാവും. അല്ല, അവര് തമ്മില് എപ്പോഴും വഴക്കാണല്ലോ. പിന്നെങ്ങനെയാ? വഴക്കാണെങ്കിൽ എന്താ, അന്ന് ഹണിമൂൺ പോയില്ലേ റിസോർട്ടിലോട്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന്? ആ സമയത്തൊക്കെ നല്ല സന്തോഷത്തിലായിരുന്നു ആകാശ് സാറും ചേച്ചിയും. പിന്നെ എപ്പോഴും വഴക്കിടുന്നവർക്കാ ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാവുക. അത് ആന്റിക്ക് അറിയില്ല. ഇത് കേട്ട് ടെൻഷനിലാണ് മനോരമ നിൽക്കുന്നത്. ഇവള് പറഞ്ഞ പോലെ സത്യമാണോ, പ്രീതിക്കൊരു കുഞ്ഞുണ്ടാവാൻ പോവുകയാണോ എന്നൊക്കെ ആലോചിച്ച് ആകെ കൂടി ടെൻഷനിൽ നിൽക്കുമ്പോ ശ്രുതി മനസ്സ് പറയുന്നുണ്ട്, എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലിപ്പോ വല്ലാത്ത ആശങ്കയാണെന്ന്. എന്തായാലും ആ വാർത്ത എത്രയും വേഗം നിങ്ങളുടെ ചെവിയിലെത്തും. ആന്റി, ഞാനാകെ സന്തോഷത്തിലാ. ഞാനൊരു മേമയാവാൻ പോവല്ലേ, ആ സന്തോഷത്തില് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി അങ്ങ് പോകുന്നുണ്ട്. മനോരമയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമായിരിക്കും. ഇക്കാര്യം നേരെ പോയി പറയുന്നത് ശ്യാമിന്റെ അടുത്തായിരിക്കും. ശ്യാമേ, നീ വല്ലതും അറിയുന്നുണ്ടോ ഈ വീട്ടിൽ നടക്കുന്നത്? എന്താ ആന്റി, എന്താ കാര്യം? ഇപ്പോ പ്രീതിയും ആകാശം തമ്മില് എപ്പോഴും വഴക്കാണെന്ന് ഞാൻ കരുതിയത്. പക്ഷേ അങ്ങനെയല്ല, അവർക്കൊരു കുഞ്ഞു ജനിക്കാൻ പോവെന്നാ ശ്രുതി പറഞ്ഞത്. അവള് ചുമ്മാ പറഞ്ഞതായിരിക്കും. ചുമ്മാ ഒന്നുമല്ല. അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓക്കാനം വരവും തലകറക്കൊക്കെ ഉണ്ട്. ഞാനതൊക്കെ ശ്രദ്ധിച്ചതാ. ഇനിയിപ്പോ സത്യമായിരിക്കും ശ്യാമേ, അവരെ ഇനി പിരിക്കാൻ പറ്റില്ലേ? ആ ദാരിദ്ര്യം പിടിച്ചവളെ എടുത്തു മാറ്റിയിട്ട് വേണം എനിക്ക് നല്ലൊരു മരുമകളെ ആ സ്ഥാനത്ത് കൊണ്ടുവരാമെന്ന് ഞാൻ കരുതിയതാ. കോടീശ്വരി മരുമകള്. ഇനിയിപ്പോ അതൊന്നും നടക്കില്ലേ ആന്റി? ഇനി എങ്ങനെയൊക്കെ ആണെങ്കിലും, ഇനിയിപ്പോ അവള് ഗർഭിണിയാണെങ്കിലും അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നമ്മളെ കൊണ്ടാവില്ലേ? അതെ അതെ, ഇത്രയും നാളായിട്ട് അഞ്ജലിയുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ നിന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. അവനാ പറയുന്നേ പ്രീതിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കുമെന്ന്. എനിക്ക് ഓർത്തിട്ടാകെ പേടിയാവുന്നുണ്ട്. ആന്റി, ആദ്യം സത്യമാണോ അല്ലേ എന്ന് അറിയണ്ടേ? ഇതിപ്പോ ആന്റിയെ പറ്റിക്കാനായിട്ട് ശ്രുതി പറഞ്ഞതാണെങ്കിലോ? എന്താ അതിലെ സത്യമെന്ന് ആദ്യം കണ്ടെത്തണം എന്നൊക്കെ ശ്യാം മനോരമയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മനോരമ കരുതുന്നുണ്ട് എത്രയും വേഗം അവളെ കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകണമെന്ന്. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയായിരിക്കും. ശ്രുതിയാണെങ്കിൽ അശ്വിനെ കാത്തിരിക്കുമായിരിക്കും. അന്നത്തെ ദിവസം ഒരുപാട് നേരം വൈകിയിട്ടും അശ്വിനെ കാണുന്നുണ്ടായിരിക്കില്ല. ഇത്ര നേരം വൈകാറില്ലല്ലോ. ഇതിപ്പോ എന്തു പറ്റി? ഉറങ്ങുന്നതിന് മുൻപേ എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കവും വരില്ല. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. അല്ലേ വേണ്ട, വിളിച്ചു നോക്കിയാലേ അത് മതി. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അത് വഴക്കാവും. അതുകൊണ്ട് എപ്പോഴാച്ച വരട്ടെ എന്നും പറഞ്ഞ് ശ്രുതി കിടക്കുമായിരിക്കും. അപ്പൊ ഇതാ കഥകളി തട്ടുന്നു. അങ്ങനെ ശ്രുതി പോയി തുറക്കുന്നുണ്ട്. ആകെ കുടിച്ചാടിയാണ് അശ്വിൻ വരുന്നത്. നിൽക്കാൻ പോലും വയ്യാത്ത രീതിയിൽ ശ്രുതിയുടെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. നിങ്ങളിത് എന്ത് കോലത്തിലാ വന്നിരിക്കുന്നേ? ഞാനേ മുത്തശ്ശിയെ പോയി വിളിക്കാം. എന്തിനാ എന്റെ ശ്രുതി മുത്തശ്ശിയെ വിളിക്കുന്നേ? മുത്തശ്ശിയൊന്നും വിളിക്കണ്ട, ഇവിടെ നമ്മൾ മാത്രം മതി. ദേ, ഞാൻ നിങ്ങളുടെ ശത്രുവാ, അത് നിങ്ങൾ മറന്നോ? അത് ഞാൻ മറന്നിട്ടൊന്നുമില്ല. നീ എന്റെ ശത്രു തന്നെയാ. പക്ഷെ എനിക്ക് നിന്നെ മുഴുവനായിട്ട് അങ്ങ് വെറുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ ശ്രുതി. നിങ്ങളെ ഇതൊക്കെ പറയും, രാവിലെ ബോധം വന്നാലേ ഇതൊക്കെ മാറ്റിയും പറയും. നിങ്ങളുടെ സംസാരമൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ബോധം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും രണ്ട് തരത്തിലാ സംസാരം. എന്തായാലും മുത്തശ്ശിയെ ഞാൻ വിളിക്കാം, നല്ല കണക്കിന് കിട്ടട്ടെ എന്നും പറഞ്ഞ് ഡോറ് തുറന്ന് പുറത്തോട്ട് പോകാൻ നേരത്ത് നമ്മുടെ അശ്വിൻ ഇങ്ങ് വലിച്ച് ശ്രുതി അങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ട്. കുറച്ചു നേരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നുണ്ട്.
ദേ മതി, നിങ്ങളെ കള്ളു കുടിച്ച് നിങ്ങക്ക് ബോധം വെളിവൊന്നുമില്ല. മര്യാദയ്ക്ക് പോയി കിടക്കാൻ നോക്ക്. എന്റെ ശ്രുതി മോളെ, എന്നെ കൊണ്ടുപോയി കിടത്ത്. ശ്രുതി മോളോ? എന്റെ പേരേ ശ്രുതി കുമാരിയാ. എന്നെ അങ്ങനെ വിളിച്ചാ മതി. ആ എന്നാ ശരി ശ്രുതി കുമാരി, എന്നെ കൊണ്ടുപോയി കിടത്ത്. എനിക്ക് നടക്കാൻ വയ്യ എന്നും പറഞ്ഞ് താങ്ങി പിടിച്ച് ശ്രുതി കട്ടിലിൽ കൊണ്ട് കിടത്തുന്നുണ്ട്. നിങ്ങളെ ഈ സൈഡിൽ കിടക്കണം, എന്നാലേ നടുക്കിൽ എനിക്ക് തലേണ വെച്ച് അപ്പുറത്ത് കിടക്കാൻ പറ്റൂ. ഇത് കേൾക്കുന്നതും ശ്രുതി അവിടെ ഇരുത്തി ശ്രുതിയുടെ മടിയിലങ്ങ് അശ്വിൻ കിടക്കുന്നുണ്ട്. നീ തെറ്റൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ എത്ര നന്നായിട്ടാ നിന്നെ നോക്കുമായിരുന്നെന്ന് നിനക്കറിയോ? ഒരു രാജകുമാരിയെ പോലെ ഞാൻ നിന്നെ നോക്കിയേനെ. നിന്നെ എത്ര നന്നായി ഞാൻ സ്നേഹിക്കണമെന്ന് കരുതിയതാ. എന്നാ നീ എന്താ ചെയ്തേ? നീ ചെയ്ത തെറ്റിന് നിന്നെ സ്നേഹിക്കാൻ എനിക്ക് തോന്നണ്ടേ? എന്നാ മുഴുവനായിട്ട് നിന്നെ വെറുക്കാനും എനിക്ക് പറ്റുന്നില്ല. അന്ന് അഞ്ജലി ചേച്ചി പറഞ്ഞില്ലേ എൻ്റെ അമ്മയെ പോലെയാ നീ എന്ന്. അപ്പോൾ എനിക്ക് എന്താ തോന്നിയെന്നറിയോ? എൻ്റെ അമ്മയെ ചേർത്ത് പിടിക്കുന്ന പോലെ നിന്നെ അങ്ങ് കെട്ടിപ്പിടിക്കാൻ. പക്ഷേ എൻ്റെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള ചിന്തകളൊന്നും മാറുന്നില്ല. എന്നാലും നീ എൻ്റെ അമ്മയെ പോലെയാണെന്ന് എൻ്റെ ചേച്ചി പറഞ്ഞല്ലോ. നീ എന്തിനാ ശ്രുതി അങ്ങനൊരു തെറ്റ് ചെയ്തത്? അതുകൊണ്ടല്ലേ നീ ഇപ്പം കിടന്ന് ഇങ്ങനെ സഹിക്കേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അശ്വിൻ അങ്ങ് ഉറങ്ങുന്നുണ്ട്. ഇതൊക്കെ കേട്ട് വല്ലാത്ത സങ്കടത്തിലാണ് ശ്രുതി ഇരിക്കുന്നത്. ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എത്ര തവണയാണ് നിങ്ങളടുത്ത് പറയുന്നേ. എന്നിട്ടും നിങ്ങളത് വിശ്വസിക്കുന്നില്ലല്ലോ. വിശ്വസിക്കാനായിട്ട് ഞാൻ തെളിവുകളൊക്കെ കണ്ടെത്തും. അഞ്ജലി ചേച്ചിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സമയത്ത് ആ ശ്യാം എന്ന് പറയുന്നവൻ അഞ്ജലി ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് ഒരാളെ പരിചയപ്പെടുത്തി തന്നില്ലേ? അയാളെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സത്യങ്ങളെല്ലാം അശ്വിൻ സാർ അറിയും. എന്തുകൊണ്ടാ അന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി സമയത്ത് ശ്യാമല്ല അഞ്ജലി ചേച്ചിയുടെ ഭർത്താവെന്ന് ഞാൻ കരുതിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് ഒരു വഴി ദൈവം തന്നെ കാണിച്ചു തരും. അങ്ങനെ അശ്വിൻ ആ കട്ടിലിൽ അങ്ങ് കിടത്തുന്നുണ്ട്. പിന്നീടായിട്ട് ശ്രുതിക്ക് കിടക്കാനേ സ്ഥലം ഉണ്ടായിരിക്കില്ല. ആകെ ഇങ്ങനെ പരന്നായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക. ശ്രുതി ഒരു പുതപ്പെടുത്ത് നിലത്ത് വിരിച്ച് അവിടെ കിടക്കുക. അപ്പോഴായിരിക്കും അശ്വിന് കൊതുക് കടിക്കുന്നത്. ഇത് കാണുന്ന ശ്രുതി ആദ്യം ഗുഡ് നൈറ്റ് കത്തിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഇതുപോലെ കൊതുകിങ്ങനെ പാറി കളിക്കുന്നത് ശ്രുതി കാണുന്നുണ്ട്. അശ്വിന് ഉറങ്ങാനും പറ്റുന്നില്ല. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന കൊതുക് തിരിയും കത്തിച്ചു വെക്കുകയാണ്. എന്നാ അശ്വിന് കൊതുക് തിരിയോ അതുപോലെ ഗുഡ് നൈറ്റോ ഒന്നും പറ്റില്ല. ഇത് നമ്മുടെ ശ്രുതിക്കറിയില്ല. അങ്ങനെ പിറ്റേ ദിവസം എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുമായിരിക്കും. മുത്തശ്ശി പറയുന്നുണ്ട്, അശ്വിൻ നീ എനിക്ക് സൈൻ ചെയ്യാൻ തന്ന ഫയൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അത് എടുക്കാൻ മറക്കണ്ട. ശരി മുത്തശ്ശി എന്ന് പറയാൻ നേരത്ത് ശബ്ദം പുറത്തോട്ട് വരുന്നുണ്ടായിരിക്കില്ല. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അശ്വിന്റെ ശബ്ദത്തിന് എന്ത് പറ്റി? എന്താ നിനക്ക് എന്തെങ്കിലും വയ്യായുണ്ടോ? അത് ഇന്നലെ മോസ്കിറ്റോ കൊതുകുണ്ടായിരുന്നോ? അതുകൊണ്ടാണോ? ആ അത് കൊതുക് തിരി കത്തിച്ചു വെച്ചു, അതുകൊണ്ടാ. എടാ നിനക്ക് അറിയുന്നല്ലേ നിനക്കതൊന്നും പറ്റില്ല എന്ന്. പിന്നെ നീ എന്തിനാ അതൊക്കെ ചെയ്തത്? ഇത് കേൾക്കുന്നതും ശ്രുതി പറയുന്നുണ്ട്, അയ്യോ ചേച്ചി എനിക്കറിയില്ലായിരുന്നു അത് പറ്റില്ല എന്ന്. നല്ല കൊതുകായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കത്തിച്ചു വെച്ചേ. ഇപ്പം നിനക്ക് സമാധാനായോ അവന് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ? അയ്യോ ഏട്ടാ ഇന്നൊരു മീറ്റിംഗ് ഉള്ളതല്ലേ, ഏട്ടൻ്റെ ശബ്ദം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക? അതുകൊണ്ട് ഞാനും ഏട്ടൻ്റെ കൂടെ വരാം. വേണ്ട നീ വരണ്ട എന്നിങ്ങനെ പതിയെ സ്വരത്തിൽ പറയുന്നുണ്ട്. അത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏട്ടാ. ഏട്ടനെ ടെസ്റ്റ് ചെയ്താൽ മതി, അതാവുമ്പോൾ പിന്നെ വായിച്ചെടുക്കാലോ. ഇത് കേട്ട് ശ്രുതി പറയുന്നുണ്ട്, ആകാശ് സാറേ അത് പിന്നെ ആ മീറ്റിങ്ങിന് ഞാൻ തന്നെ പൊക്കോളാം എന്നാ അശ്വിൻ സാറ് പറഞ്ഞത്. ആഹാ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിലും അവൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. ചില കാര്യങ്ങൾ ആംഗ്യം കാണിച്ചാലോ കണ്ണുകൊണ്ട് എന്തെങ്കിലും ചെയ്താലോ ഒപ്പം തന്നെ അവരുടെ മൈൻഡ് വായിക്കാനായിട്ട് ശ്രുതിക്കൊരു പ്രത്യേക കഴിവുണ്ടെന്ന് പ്രീതി പറയുന്നു. ദേ ശ്രുതി നീ കാരണാ ഇപ്പൊ കുഞ്ഞിന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത്. അവൻ എങ്ങനെയാ സംസാരിക്കുക? ഇത്രയും നാളായി നീ അവന്റെ പുറകെ നടക്കുന്നു, എന്നിട്ട് നിനക്ക് ഇന്നേ വരെ അവൻ എന്തൊക്കെയാ പറ്റും പറ്റില്ലെന്നൊന്നും അറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് മനോരമ കുറ്റപ്പെടുത്തുന്നുണ്ട്. മതി മനോരമേ, അവള് അറിയാതെ ചെയ്തതല്ലേ. നീ ഇങ്ങനെ അതും ഇതൊന്നും പറഞ്ഞിട്ട് അവളെ കുറ്റപ്പെടുത്തണ്ട. മീറ്റിങ്ങിന് എന്തായാലും ശ്രുതിയെ കൊണ്ടുപോയാൽ മതി എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അവളെന്തായാലും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചോളും എന്ന് പറയുന്നു. ഇത് കേൾക്കുന്നതും അശ്വിൻ അത് സമ്മതിക്കുന്നില്ല. എന്നാ ചെവിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്നിപ്പോ എന്നെ മീറ്റിങ്ങിന് ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ എന്തുകൊണ്ടാണ് തൊണ്ടയ്ക്ക് ഇത്രയും പ്രശ്നം പറ്റിയെന്ന് ഞാൻ എല്ലാവരോടും അങ്ങ് വിളിച്ചു പറയും. ഇന്നലെ കള്ളും കുടിച്ച് വന്നിട്ടാണെന്ന്.
ഇത് കേൾക്കുന്നതും അശ്വിൻ സമ്മതിക്കുന്നുണ്ട്. എന്തായാലും കൺഗ്രാചുലേഷൻ ശ്രുതി, നീ പോയിട്ട് നല്ല രീതിക്ക് എല്ലാം അവതരിപ്പിക്ക് എന്നൊക്കെ അഞ്ജലി പറയുന്നുണ്ട്. ഇതൊന്നും ശ്യാമിനും മനോരമയ്ക്കും അത്രയങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. പിന്നീടായിട്ട് ആകാശിന്റെ അടുത്ത് പ്രീതി പറയുന്നുണ്ട്, എന്നാലും ഇന്ന് നിങ്ങൾക്കൊരു മീറ്റിംഗ് ഉള്ള കാര്യം നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ എന്ന് പ്രീതി ചോദിക്കുക. ഇത് കേട്ട് മനോരമയും പറയുന്നുണ്ട്, നിന്റെ അടുത്ത് മാത്രമല്ല എൻ്റെ അടുത്തും പറഞ്ഞിട്ടില്ല എന്ന് കരുതി അവനോട് ഞാൻ പരാതിയൊന്നും പറയുന്നില്ലല്ലോ, നീ നിന്റെ കാര്യം നോക്ക് എന്ന് മനോരമ പ്രീതിയോട് പറയുന്നു. അല്ലെങ്കിൽ ഞാനെന്തിനാ നിന്റെ അടുത്ത് പറയുന്നേ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നിനക്ക് എപ്പോഴെപ്പോഴും വൊമിറ്റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടറെ പോയി കാണിക്കാമെന്ന്, നീ അതിന് സമ്മതിച്ചില്ലല്ലോ, പിന്നെ ഞാനെന്തിനാ നിന്റെ അടുത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നേ. എന്താ ആകാശേ, അവൾക്ക് ഇപ്പോഴും വൊമിറ്റിംഗ് ഉണ്ടോ? ആ, ഇടയ്ക്കൊക്കെ അതുപോലെ വൊമിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, അവളെ കൂട്ടി ഹോസ്പിറ്റലിലോട്ട് പോ, എനിക്കൊന്നും വയ്യാമേ, ഇനിയിപ്പോ അമ്മ തന്നെ അങ്ങ് കൊണ്ടുപോയാൽ മതി എന്നും പറഞ്ഞ് ആകാശ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീടായിട്ട് പ്രീതിയോട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, വേഗം റെഡിയാവ്, ഞാനും വരാം ഹോസ്പിറ്റലിലോട്ട്. അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, അത് ഇന്നലെ തോന്നിയതാ, ഇന്നെനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നില്ല എന്നും പറഞ്ഞ് പ്രീതി ഉള്ളിലോട്ട് പോകുന്നുണ്ട്. മനോരമയ്ക്കാണെങ്കിൽ അത് സത്യമാണോ, ഇനിയിപ്പോ കുഞ്ഞുണ്ടാവാൻ പോവാണോ എന്നൊക്കെ അറിയാഞ്ഞിട്ട് വല്ലാത്തൊരു അസ്വസ്ഥതയായിരിക്കും. അങ്ങനെ സത്യങ്ങൾ അറിയാനായിട്ട് മനോരമ നിർബന്ധിച്ച് പ്രീതിയെ കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണ് ഹോസ്പിറ്റലിലോട്ട്. തുടർന്നുള്ള എപ്പിസോഡ് റിവ്യൂ നാളെ അപ്ലോഡ് ചെയ്യാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.